ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. പക്ഷേ തൻ്റെ തെറ്റായ സ്വാധീനങ്ങൾ കാരണം എല്ലാം നഷ്ടപ്പെടുത്തി. ദുര്യോധനൻ ജന്മം കൊണ്ട് ദുഷ്ടനായിരുന്നില്ല. പക്ഷേ അവൻ ഈ വിധത്തിലേക്ക് എങ്ങനെ എത്തി? കാരണം ഇതാണ്: അവൻ്റെ ചുറ്റുമുള്ളവർ അവൻ്റെ ചിന്തകളെ വഴിതെറ്റിച്ചു. അവൻ്റെ അമ്മയുടെ സഹോദരൻ ശകുനി ചെറുപ്പം മുതൽ അവൻ്റെ മനസ്സിൽ വിഷം കുത്തിവെച്ചു. അവൻ്റെ സുഹൃത്തായ കർണൻ, അനുജന്മാർ 100 പേർ, ആരും ഒരിക്കലും അവൻ്റെ തെറ്റുകൾ ചോദ്യം ചെയ്തില്ല, ഒരാളൊഴികെ. അവൻ്റെ മാതാപിതാക്കൾ സ്നേഹം കൊടുത്തു, പക്ഷേ അവൻ ചെയ്ത തെറ്റുകൾക്ക് ഇരുവരും അന്ധരായി നിന്നു. ശ്രേഷ്ഠന്മാർ അവന് മുന്നറിയിപ്പ് നൽകിയിരുന്നു, എന്നാൽ വിഷം നിറഞ്ഞ മനസ്സിൽ അത് ഏറ്റില്ല. ഒടുവിൽ അവൻ ധർമ്മത്തെ തന്നെ പരിഹസിച്ചു. ദുര്യോധനൻ്റെ കഥ പുരാതന കഥയല്ല. ഇന്നും ഇത് തരുന്ന ഒരു വലിയ പാഠമുണ്ട്: കുറ്റവാളികൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്. അതോടൊപ്പം സമൂഹം, മാതാപിതാക്കൾ, അധ്യാപകർ എന്നിവർ ഒരുമിച്ച് കുട്ടികളെ നല്ല വഴിയിലേക്ക് നയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ PT അസോസിയേഷനുകൾ കൂടുതൽ ശക്തിപ്പെടുത്തണം. നിങ്ങൾ ഇന്ന് പ്രവർത്തിക്കാൻ പരാജയപ്പെട്ടാൽ നാളെ അവർ ചോദിക്കും, ഞങ്ങൾക്ക് ആവശ്യം വന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് വഴികാട്ടിയില്ല?